കോൺഗ്രസിന് 62 MLA-മാരുണ്ട് എന്നുള്ളതുകൊണ്ട് മുസ്ലിം ലീഗിന് 22 ഉള്ളൂ, അല്ലെങ്കിൽ മറ്റു പാർട്ടികൾക്ക് അതിൽ കുറവേ ഉള്ളൂ. അപ്പോൾ അവർക്കൊന്നും വലിയ ബാർഗെയിനിങ് പവർ നിയമസഭയ്ക്കകത്തും പുറത്തും ഇടതുപക്ഷം ദുർബലമായിരിക്കുന്ന സമയമാണ്. തെരഞ്ഞെടുപ്പിലെ പരാജയമല്ല, അതിനേക്കാൾ ഉപരിയായിട്ട് പ്രഗത്ഭരായ അംഗങ്ങൾ അവിടെ ഇല്ല. കോൺഗ്രസിനകത്ത് തന്നെയുള്ള ഇദ്ദേഹത്തിൻ്റെ വിരോധികൾ, പുള്ളിക്ക് മുഖ്യമന്ത്രി സ്ഥാനം നിഷേധിക്കാൻ വേണ്ടി ശ്രമിച്ച ആളുകളെല്ലാവരും അമ്പേ പരാജിതരായിരിക്കുകയാണ്. ഹൈക്കമാൻഡാണെങ്കിൽ തന്നെ ലോ കമാൻഡായിട്ട് ഇരിക്കുകയാണ്. ഞാൻ ഈ പിണറായി വിജയനോട് പല കാര്യങ്ങളിലും എതിരഭിപ്രായമുള്ള ആളാണ്, ഉണ്ടായിരുന്ന ആളാണ്, ഇപ്പോഴും എതിരഭിപ്രായമുള്ള. പക്ഷേ അദ്ദേഹം ചെയ്ത നല്ല കാര്യങ്ങൾ നമുക്ക് ആരെങ്കിലും തള്ളിക്കളയാൻ കഴിയില്ല. അതിലൊന്നാണ് ഈ PM ശ്രീ പദ്ധതി. പാർട്ടിയുടെ കോർ വോട്ടുകളിൽ ഗണ്യമായ ചോർച്ചയുണ്ടെങ്കിൽ അത് BJP-യിലേക്ക് പോയി ചേരും എന്നുള്ളതാണ് രാഷ്ട്രീയമായിട്ട് CPM-നെ നേരിടുന്ന ഒരു വലിയ പ്രശ്നം. കഴിഞ്ഞ മന്ത്രിസഭയിൽ വന്ന പ്രശ്നം കഴിവുള്ള ആളുകളെ മാറ്റിയെടുത്തിട്ട് കഴിവില്ലാത്ത ആളുകളെ മന്ത്രിമാരാക്കി എന്നുള്ളതാണ്. അങ്ങനെയാണ് ഈ മന്ത്രിസഭയുടെ പ്രതിച്ഛായ മോശം. നമസ്കാരം. ടോക്കിംഗ് പോയിന്റ് വിത്ത് അഡ്വക്കേറ്റ് ജയശങ്കറിലേക്ക് സ്വാഗതം. VD സതീശൻ സർക്കാർ തുടക്കം മുതൽ തന്നെ എല്ലാവരെയും കയ്യിലെടുത്തുകൊണ്ടുള്ള മികച്ച തീരുമാനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. ഇടയ്ക്കിടയ്ക്ക് ചില വിഷയങ്ങൾ വലിയ രീതിയിൽ ചർച്ചയാവുകയും ചെയ്യാറുണ്ട്, വിവാദമായി മാറുകയും ചെയ്യാറുണ്ട്. പക്ഷേ അതിനെയൊക്കെ തന്നെ അദ്ദേഹത്തിന് വളരെ വൈദഗ്ധ്യത്തോടു കൂടി മറികടന്ന് മുന്നോട്ട് പോകുവാൻ സാധിച്ചു എന്നാണ് പൊതുവിലുള്ള വിലയിരുത്തൽ. ഒപ്പം തന്നെ ചിലർ സൂചിപ്പിക്കുന്നുണ്ട് വരുന്ന വഴിയിലെ വലിയ കല്ലുകടിയിലേക്കുള്ള വിരൽ ചൂടലാണ് ഇത് എന്ന്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പരിശോധിക്കേണ്ടി വരുന്നു VD സതീശൻ സർക്കാരിന് മുന്നിലുള്ള വെല്ലുവിളികൾ എത്രത്തോളം വലുതായിരിക്കും, ഇതുവരെയുള്ള അദ്ദേഹത്തിൻ്റെ ഭരണം നൽകുന്ന സൂചന എന്ത്, ഈ മുന്നണിയുടെ കൂട്ടുത്തരവാദിത്വം എത്രത്തോളം ശക്തമാണ്. നമ്മോടൊപ്പം ചേരുകയാണ് അഡ്വക്കേറ്റ് ജയശങ്കർ. നമസ്കാരം സാർ, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. നമസ്കാരം സാർ. ഒരു മാസം പിന്നിട്ടു. VD സതീശൻ കുറേയേറെ ധീരമായ തീരുമാനങ്ങൾ, നൽകിയ വാഗ്ദാനങ്ങൾ പാലിച്ചു എന്നുള്ള പേരെടുത്ത് പോകുന്നു. പക്ഷേ അതിനൊപ്പം തന്നെ മുന്നണിക്കുള്ളിലും പാർട്ടിക്കുള്ളിലും അമർഷമുണ്ട് ചില തീരുമാനങ്ങളിൽ. എങ്ങനെയാണ് അങ്ങ് കാണുന്നത് ഇത്രയും നാളത്തെ അദ്ദേഹത്തിൻ്റെ ഈ ടെന്യൂറിനെ? ഇത്രയും ഒരു മാസം പിന്നിട്ടിരിക്കുകയാണ് മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ. ഒരു ജനാധിപത്യ സംവിധാനത്തിൽ എപ്പോഴും എതിരഭിപ്രായങ്ങളുണ്ടാവും, വിപരീതാഭിപ്രായങ്ങളുണ്ടാവും. അത് ചിലപ്പോഴൊക്കെ ചിലർ തുറന്നു പറയും, ചിലർ മൂടിപ്പൊതിഞ്ഞ് പറയും, ചിലർ ഒളിയമ്പുകളെയും. ഇതൊക്കെ സാധാരണ പതിവുള്ളതാണ് കോൺഗ്രസ് പോലത്തെ ഒരു പാർട്ടിയിൽ പ്രത്യേകിച്ചും. അത് വളരെ സ്വാഭാവികമാണ്. അങ്ങനെ സ്വാഭാവികമായി എതിർപ്പില്ലാതെ പോയാലാണ് നമ്മൾ ഭയപ്പെടേണ്ടത്. കാരണം കൂടുതൽ എന്തെങ്കിലും ഒന്ന് വരാനിരിക്കുന്നു എന്ന കാരണത്തിൽ. കോൺഗ്രസിൻ്റെ ഏത് മന്ത്രിസഭയാണെങ്കിലും കരുണാകരനോ ആന്റണിയോ ഉമ്മൻചാണ്ടിയോ ആരായാലും ഇതുപോലുള്ള പ്രതിസന്ധി ഘട്ടങ്ങളുണ്ടായിട്ട് പലപ്പോഴും ആശയ സംഘട്ടങ്ങളുണ്ടായിട്ട് ചിലപ്പോഴൊക്കെ പാർട്ടി പിളർപ്പിലേക്ക് പോയിട്ടുണ്ട്. അല്ലെങ്കിൽ MLA-മാർ കൂറുമാറും, നിയമസഭയിൽ പ്രമേയം പരാജയപ്പെടും, ഇങ്ങനെയൊക്കെയുള്ള ഭീഷണികളുണ്ടായിട്ട്. ഇനി കൂറുമാറ്റ നിരോധന നിയമമൊക്കെ വന്നതിന് ശേഷമാണ് അത് താരതമ്യേന കുറഞ്ഞത്. എന്നിട്ട് പോലും ആന്റണിയുടെ മന്ത്രിസഭയുടെ സമയത്ത് 2001 മന്ത്രിസഭയുടെ സമയത്ത് കുറേ MLA-മാർ ഒറ്റയടിക്ക് കൂറുമാറും എന്നുള്ള ഭീഷണി ഉണ്ടായിരുന്നു. രാജ്യസഭയിലേക്ക് കോൺഗ്രസ്സിന് റിബൽ സ്ഥാനാർത്ഥി വന്ന സംഭവമായിട്ട് എറണാകുളത്ത് പാർലമെൻറ്റ് ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോഴും മുതിർന്ന നേതാവ് കരുണാകരൻ പരസ്യമായിട്ട് എതിർ സ്ഥാനാർത്ഥിക്ക് വേണ്ടി വോട്ട് പിടിച്ച സംഭവമായിട്ട്. ഇങ്ങനെ പല കുസൃതികളും തമാശകളും നിറഞ്ഞതാണ് നമ്മുടെ കോൺഗ്രസിൻ്റെ ചരിത്രം. പല സംസ്ഥാനങ്ങളും നമുക്ക് കാണാം. ഇപ്പോൾ പല രാജ്യസഭാ സീറ്റുകളിലേക്ക് ഒരു നോമിനേഷൻ ഫില്ല് ചെയ്യാൻ പോലും അറിയാൻ പാടില്ലാത്ത ആളുകൾ മധ്യപ്രദേശിൽ അല്ലെങ്കിൽ ജാർഖണ്ഡിൽ ക്രോസ് വോട്ടിങ് കാരണം അവരുടെ സ്ഥാനാർത്ഥി തോറ്റുപോകും. കർണാടകയിൽ അവിടുത്തെ മുഖ്യമന്ത്രിയെ മാറ്റാൻ വേണ്ടിയിട്ട് വിമതന്മാർ കളിച്ച കളികൾ. ഇങ്ങനെയൊക്കെയുള്ള തമാശകൾ ഇതേ സമയത്ത് നമ്മളിത് പറയുന്ന സമയത്ത് തന്നെ പല സംസ്ഥാനങ്ങളും നടക്കുന്നു. അത് വെച്ച് നോക്കുമ്പോൾ ഇവിടെ താരതമ്യേന ലഘുവായ പ്രശ്നങ്ങളേ ഉള്ളൂ എന്ന് മനസ്സിലാക്കും. മാത്രമല്ല മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളത്തിന് വേറൊരു ബുദ്ധിമുട്ടുണ്ട്, ഒരു വലിയ വൈതരണി. ഇത് കൂട്ടുകക്ഷി മന്ത്രിസഭയാണ്. കർണാടകത്തിൽ അങ്ങനെ പ്രശ്നമില്ല, അല്ലെങ്കിൽ മധ്യപ്രദേശിൽ അങ്ങനെ പ്രശ്നമില്ല. ഇവിടെ കൂട്ടുകക്ഷി മന്ത്രിസഭയാണ്. നിരവധി പാർട്ടികളുണ്ട്, വലുതും ചെറുതുമായിട്ട്. മുസ്ലിം ലീഗുണ്ട്, കേരള കോൺഗ്രസ് ഉണ്ട്, RSP ഉണ്ട്, CMP ഉണ്ട്. അങ്ങനെ നിരവധി പാർട്ടികൾ ചേർന്ന ഒരു സംവിധാനം. ഇതിനെല്ലാം കൂട്ടിവയ്പ്പിച്ചു കൊണ്ടു. പിന്നെ കോൺഗ്രസിനകത്താണെങ്കിൽ പല അഭിപ്രായങ്ങളുണ്ട്. അതിലുപരി വലിയ പ്രശ്നമുള്ളതെന്ന് വെച്ചാൽ VD സതീശൻ MLA-മാരുടെ സ്വാഭാവികമായൊരു ചോയ്സായിട്ട് വന്ന ആളല്ല. ഇപ്പോൾ കരുണാകരൻ വന്നപ്പോൾ അദ്ദേഹത്തിന് വേറെ പ്രശ്നങ്ങളുണ്ടായിരുന്നില്ല, ആന്റണി വന്നപ്പോഴും ഉണ്ടായിരുന്നില്ല. ആന്റണിക്ക് കരുണാകരൻ ചില വൈതരണികളൊക്കെ ഉണ്ടാക്കിയെങ്കിൽ പോലും ആന്റണി ഒരു നാച്ചുറൽ ചോയ്സായിട്ട് വന്നതാണ്. ഉമ്മൻചാണ്ടിയുടെ കാര്യത്തിലും അതുപോലെ തന്നെ. അപ്പോൾ ഇങ്ങനെ ഉള്ള ആളുകൾക്കും കിട്ടിയ ഒരു സ്വാഭാവികമായിട്ടുള്ള ഒരു സ്ഥാനമല്ല സതീശന് കിട്ടിയത്. സതീശനേക്കാൾ കൂടുതൽ MLA-മാർ KC വേണുഗോപാലിനെ പിന്തുണയ്ക്കുന്നവരാണ്. സതീശനേക്കാളും പാർലമെൻ്ററി എക്സ്പീരിയൻസും ഭരണപരിചയമുള്ള ആൾ രമേശ് ചെന്നിത്തലയായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് ന്യായമായൊരു ക്ലെയിം ഉണ്ടായിരുന്നു.
ഇവരുടെയൊക്കെ തലയ്ക്ക് മീതെയാണ് ചില ഘടകകക്ഷികളുടെ കൂടി സ്വാധീനത്തിൻ്റെ ഫലമായിട്ട് പിന്നെ ജനങ്ങളുടെ ഭാഗത്തു നിന്ന് സ്വാഭാവികമായിട്ടുണ്ടായ ഒരു വികാരത്തിൻ്റെ തുടർച്ച എന്ന രീതിയിൽ വി ഡി സതീശൻ കേരളത്തിൽ മുഖ്യമന്ത്രി സ്ഥാനത്തെത്തിയത്. സ്വാഭാവികമായിട്ടും ഈ പല മന്ത്രിമാരെയും തീരുമാനിച്ച അദ്ദേഹമല്ല, അദ്ദേഹത്തിനോട് താല്പര്യമില്ലാത്ത ആളുകൾ പലരും മന്ത്രിമാരായിട്ട്, അപ്പോൾ അവരുടെ റിമോട്ട് കൺട്രോൾ പ്രവർത്തിക്കുന്ന വേറെ സ്ഥലത്ത് നിന്നാണ്. ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട്. പിന്നെ മന്ത്രിസഭയിൽ തന്നെ വളരെ സീനിയറായിട്ടുള്ള രമേശ് ചെന്നിത്തലയുണ്ട്, കെ മുരളീധരനുണ്ട്. മന്ത്രിസഭയിൽ ഘടകകക്ഷിയുടെ പ്രമുഖ നേതാവായിട്ട് പി കെ കുഞ്ഞാലിക്കുട്ടിയുണ്ട്, മറ്റ് പാർട്ടികളുടെ നേതാക്കന്മാരുണ്ട്. അപ്പോൾ ഇവരൊക്കെ കൂട്ടിവയ്പ്പിച്ചുകൊണ്ടു പല ആളുകൾക്കും പല എതിരഭിപ്രായങ്ങളുണ്ടോ. പിന്നെ സതീശൻ പെട്ടെന്ന് ഈ മന്ത്രിസ്ഥാനം കയറ്റതിന് തൊട്ട് പിന്നാലെ തന്നെ വളരെ ജനോപകാരപ്രദമായ അല്ലെങ്കിൽ ജനപ്രിയമായ പല പദ്ധതികളും പ്രഖ്യാപിച്ചു. ഈ KSRTC ബസ്സിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര, അതൊക്കെ പ്രകടനപത്രികയിലൊക്കെ ഉണ്ടായിരുന്നാണെങ്കിൽ പോലും അതിനെയൊക്കെ അതിജയിക്കുന്ന രീതിയിലുള്ള ഒരുപാട് പരിഷ്കാരങ്ങൾ പോലും അംഗൻവാടി ടീച്ചർമാരുടെ, അതുപോലെ നമ്മുടെ ആശാ വർക്കർമാരുടെയൊക്കെ വേതനം വർദ്ധിപ്പിച്ചത്, പിന്നെ ജനപ്രിയ ബഡ്ജറ്റ് അവതരിപ്പിച്ചത്, മറ്റ് പല കാര്യങ്ങൾ, സസ്പെൻഷനിൽ കഴിഞ്ഞ IASകാരെ തിരിച്ചെടുത്തത്, പോലീസിന് ക്രമസമാധാന ചുമതല പി വിജയൻ എന്ന് പറഞ്ഞ പ്രഗത്ഭനായ IPS ഉദ്യോഗസ്ഥനെ ഏൽപ്പിച്ച്, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം ചെയ്തു. വളരെ പെട്ടെന്ന് ഒരു മാസത്തിനകത്ത് ചെയ്യാവുന്നതിനൊക്കെ ചില പരിധികളുണ്ട്. ആ പരിമിതികൾക്ക് അകത്ത് നിന്നുകൊണ്ട് പല കാര്യങ്ങളും ചെയ്തു അല്ലെങ്കിൽ ചെയ്യുന്നു എന്ന തോന്നൽ ഉണ്ടാക്കി. പ്രതിപക്ഷമാണെങ്കിൽ തീർത്തും നിഷ്പ്രഭമായി പോയി. അതൊരു സത്യമാണ്. ഈ ഗോളിയില്ലാത്ത പോസ്റ്റിലേക്കാണ് ഇദ്ദേഹം ഇങ്ങനെ നിരന്തരമായിട്ട് ഗോളുകൾ അടിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു പ്രശ്നം കൂടെ ഉണ്ട്. പിണറായി വിജയൻ്റെ പ്രായാധിക്യവും അനാരോഗ്യവും പിന്നെ പ്രതിപക്ഷത്തിന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലുണ്ടായ വലിയ തിരിച്ചടി. പിണറായി അല്ലാതെ പിന്നെ എഴുന്നേറ്റ് നിന്ന് 4 വാചകം തെറ്റുകൂടാതെ പറയാനറിയാവുന്ന ആളുകൾ തന്നെ കുറവാണ്. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം കൂടെ ഉണ്ട്. പിന്നെ CPM CPI കക്ഷികൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ, ഇങ്ങനെയൊക്കെ പല പ്രശ്നങ്ങളും അവർക്കുണ്ട്. അപ്പോൾ എല്ലാം കൊണ്ടും സതീശൻ ഇങ്ങനെ തെളിഞ്ഞു നിൽക്കുന്ന സമയമാണ്. അപ്പോൾ പിന്നെ കോൺഗ്രസിൽ ഈ മുതിർന്ന നേതാക്കന്മാർ, മൂപ്പന്മാർ എന്ന് പറഞ്ഞ ആളുകൾക്ക് വേറെ എന്തെങ്കിലും ജോലി വേണ്ടേ? മൂക്ക് മുറിച്ച് ശകനം മുടക്കുക എന്ന പരിപാടിയാണ് അവരിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ചില മന്ത്രിമാരുമൊക്കെ ആ രീതിയിലേക്ക് നിലാവോദിക്കുമ്പോൾ കുറുക്കൻ ഓളിയിടുന്ന് പറഞ്ഞ പോലെ ചിലതൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ സതീശനൊന്നും ഗൗനിക്കുന്നില്ല. അതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം. പ്രതിപക്ഷക്കാരെന്ന് പറഞ്ഞാൽ, മാധ്യമങ്ങളെന്ന് പറഞ്ഞാൽ, TV ചാനലുകാർ എന്ന് പറഞ്ഞാൽ, കോൺഗ്രസ് പാർട്ടിക്കകത്ത് തന്നെയുള്ള ആളുകൾ എന്തൊക്കെ അഭിപ്രായങ്ങൾ പറഞ്ഞാലും പുള്ളി നെവർ മൈൻഡാണ്, ഡോണ്ട് കെയർ മാസ്റ്ററായിട്ടാണ് അദ്ദേഹം പോകുന്നത്. അപ്പോൾ ഇതാണ് അവിടുത്തെ ഒരു സംഗതി. ഇപ്പോൾ ഇത് ഈ വക വിവാദങ്ങളോ അപവാദങ്ങളൊക്കെ ഉണ്ടായാലും അദ്ദേഹത്തെ ബാധിക്കില്ല, അദ്ദേഹം ഗൗനിക്കില്ല. കാരണം അദ്ദേഹത്തിന് ജനങ്ങളുടെ ഭാഗത്ത് വലിയ പിന്തുണയുണ്ട്. അതാണ് അതിൻ്റെ പ്രത്യേകത. ഇപ്പോൾ ഘടകകക്ഷികൾ തന്നെ വലിയ അഭ്യാസം എടുക്കാത്ത എന്തുകൊണ്ടാണ്? അതിൻ്റെ കാരണം കോൺഗ്രസിന് 62 MLA-മാരുണ്ട് എന്നുള്ളതുകൊണ്ട്. മുസ്ലിം ലീഗിന് 22 ഉള്ളൂ, അല്ലെങ്കിൽ മറ്റു പാർട്ടികൾക്ക് അതിൽ കുറവേ ഉള്ളൂ. അപ്പോൾ അവർക്കൊന്നും വലിയ ബാർഗെയിനിങ് പവറില്ല. അത് ഘടകകക്ഷികൾക്ക് അറിയാം. അവരതുകൊണ്ട് അവരുടെ ഒരു പരിമിതമായ വൃത്തത്തിൽ നിന്നുകൊണ്ട് അവർക്ക് കിട്ടിയിട്ടുള്ള വകുപ്പുകൾ അവരുടെ താല്പര്യപ്രകാരം ഭരിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനാണ് താല്പര്യപ്പെടുന്നത്. അനാവശ്യ കാര്യങ്ങളൊന്നും ഒരു പാർട്ടി ഇടപെടുന്നില്ല, അത് മനസ്സിലാക്കും. അപ്പോൾ കരുണാകരൻ്റെ കാലത്ത് പോലും കാണാത്ത രീതിയിലുള്ള ഒരു ഐക്യം ഇദ്ദേഹത്തിന് ഈ പാർട്ടിക്കകത്ത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റി. അതെങ്ങനെ വെച്ചാൽ ഘടകകക്ഷികൾക്ക് അറിയാം ഇതൊക്കെ ഇത്രേ ഉള്ളൂ കാര്യങ്ങൾ, നമുക്ക് ഇത്രയും അംഗബലമുള്ളൂ, നമ്മൾ പറഞ്ഞ് ഈ നാട്ടിൽ ഇത്രയൊക്കെ നടക്കുകയുള്ളൂ എന്ന ഒരു അന്തരീക്ഷം ഉണ്ടാക്കിയെടുക്കാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചു. ഇതാണ് സതീശന് കൈവന്നിട്ടുള്ള ഒരു വലിയ മേൽക്കൈയുടെ രഹസ്യം. അപ്പോൾ ഇതിനോട് അങ്ങനെയല്ല, ഇങ്ങനെ ഒരു അഭിപ്രായമുണ്ട് എന്ന അഭിപ്രായം വരുത്തി തീർക്കാനാണ് നേരത്തെ പറഞ്ഞ താല്പര്യ കക്ഷികൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു പരിധി വരെ ചിലവാകുള്ളൂ, വലിയ അഭ്യാസമൊന്നും അവിടെ ചിലവാകില്ല. കാരണം ഈ കരുണാകരൻ്റെ കളരിയിൽ കച്ചകെട്ടിയ അഭ്യാസം പഠിച്ച ആളാണ് നമ്മുടെ വി ഡി സതീശൻ. അപ്പോൾ അദ്ദേഹത്തിന് അറിയാം, ലീഡറാണ് അദ്ദേഹത്തിൻ്റെ ഒരു റോൾ മോഡലെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. പല കാര്യങ്ങളിലും വളരെ കർക്കശമായിട്ട് നിലപാടുകൾ സ്വീകരിക്കാനും എടുത്ത നിലപാടിൽ ഉറച്ചു നിൽക്കാനും അത് നടപ്പാക്കിയെടുക്കാനുമുള്ള കഴിവ് അദ്ദേഹത്തിനുണ്ട്. അതുകൊണ്ടാണല്ലോ വെറൊരു പറവൂർ MLA ആയിരുന്ന വി ഡി സതീശൻ KPCC-യിലോ AICC-യിലോ വലിയ വലിയ പദവികളൊന്നും അലങ്കരിച്ചിട്ടില്ല. അല്ലെങ്കിൽ മറ്റ് ഐക്യജനാധിപത്യ മുന്നണിയിലും അദ്ദേഹത്തിന് വലിയ റോളുകളൊന്നും ഉണ്ടായിരുന്നില്ല പ്രതിപക്ഷ നേതാവാകുന്നതിന് മുമ്പ്. ഒരു മന്ത്രിയായിട്ട് പ്രവർത്തിച്ച എക്സ്പീരിയൻസ് ഇല്ല. മുനിസിപ്പൽ ചെയർമാനായിട്ടോ പഞ്ചായത്ത് പ്രസിഡൻ്റായിട്ടോ ഭരണാധികാരം കൈയാളി പങ്കില്ല, ഒരു പരിചയമോ പാരമ്പര്യവും ഇല്ല. ഇതൊന്നും ഇല്ലാതിരുന്നിട്ടും ഇന്നിപ്പോൾ കേരള മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ പ്രധാനപ്പെട്ട സ്ഥാനത്തെത്തിയതുകൊണ്ടല്ലേ. അപ്പോൾ ആ ഒരു തൻ്റെ ഇടം, ആത്മവിശ്വാസം, ഞാനാണ് ഇവിടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് എന്ന താൻ പോരും അത് അദ്ദേഹത്തിനുണ്ട്. അതുകൊണ്ടാണ് പലപ്പോഴും ഘടകകക്ഷികളോട് ആലോചിക്കാതെ തീരുമാനങ്ങൾ എടുക്കുന്നത്. അതുകൊണ്ടാണ് പലപ്പോഴും മന്ത്രിസഭയിലെ
സഹപ്രവർത്തകരായിട്ട് ആലോചിക്കാതെ തീരുമാനമെടുക്കുന്നത്. ഇത് കൂട്ടുത്തരവാദിത്വം ഇല്ലായ്മയെന്ന് വേണമെങ്കിൽ പറയാം. താത്വികമായിട്ട് അത് ശരിയാണ്. പക്ഷെ പ്രായോഗികമായിട്ട് ഈ കാര്യങ്ങളൊക്കെ മന്ത്രിസഭയിൽ ചർച്ച ചെയ്യുക അല്ലെങ്കിൽ മുന്നണിയിൽ ചർച്ച ചെയ്ത് തീരുമാനിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണോ? ഒന്ന് ആലോചിച്ചു. ഇപ്പോൾ PM ശ്രീ പദ്ധതി ഒപ്പിട്ട് അതെ അതെ ഇവരോട് ചോദിച്ചാൽ ഇത് നടപ്പാക്കണമെന്ന് ചോദിച്ചാൽ 10 ഘടകകക്ഷികളുടെയും 12 അഭിപ്രായം വരും. മുസ്ലിം ലീഗിൽ തന്നെ 4 അഭിപ്രായമുണ്ട്, കോൺഗ്രസിനകത്ത് 16 അഭിപ്രായമുണ്ട്. അങ്ങനെ ബുദ്ധിമുട്ടാവും. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ആരെങ്കിലും ഒരാൾ തീരുമാനം എടുക്കണം. അതാത് വകുപ്പ് മന്ത്രിയുടെ ആലോചിച്ചിട്ട് തീരുമാനം എടുക്കുന്നു. PM ശ്രീയിൽ നമ്മൾ ഉറച്ചു വെക്കാൻ തീരുമാനിക്കും, അല്ലെങ്കിൽ വിഴിഞ്ഞം പോർട്ടിൻ്റെ കാര്യത്തിൽ ഇന്ന രീതിയിലുള്ള തീരുമാനം എടുക്കണം എന്ന് തീരുമാനിക്കുന്നു. അതൊക്കെ മുഖ്യമന്ത്രിയുടെ വിവേചന അധികാരം ഉപയോഗിച്ച് ചെയ്യുന്ന കാര്യങ്ങളാണ്, ചെയ്യുന്ന കാര്യങ്ങളുമാണ്. ഉമ്മൻചാണ്ടിക്ക് പറ്റിയൊരു വലിയ പരാധീനത, ഒരു പരാജയം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് മന്ത്രിസഭയ്ക്ക് ഭൂരിപക്ഷം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഘടകകക്ഷികളെ കണ്ടവനും പ്രീണിപ്പിക്കേണ്ടതായിട്ട് വന്നു, കണ്ടവനെ ആശ്രയിക്കേണ്ടതായിട്ട് വന്നു. സതീശനെ സംബന്ധിച്ചുള്ള അങ്ങനെ ഒരു പ്രശ്നമേ ഇല്ല. അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭയിൽ അദ്ദേഹമാണ് അതിൻ്റെ നായക സ്ഥാനത്ത് നിൽക്കുന്നത്. അദ്ദേഹത്തിൻ്റെ താല്പര്യം അനുസരിച്ച് മാത്രമേ മറ്റു കാര്യങ്ങൾ നീങ്ങുകയുള്ളൂ. അതുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായിരുന്ന കേൽക്കറെ ഇദ്ദേഹത്തിൻ്റെ സെക്രട്ടറിയായിട്ട് നിയമിച്ചത്. അതുപോലെ തന്നെ ജില്ലാ ജഡ്ജിയായിരുന്ന ശേഷാദ്രിനാഥനെ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായിട്ട് തീരുമാനിച്ചു. അതിനൊന്നും പറയത്തക്ക കൂടിയാലോചനയൊന്നും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നില്ല. ഒരു പക്ഷേ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ കാര്യത്തിൽ ഷാജിയോട് ചോദിച്ചു കാണും, അല്ലെങ്കിൽ കുഞ്ഞാലിക്കുട്ടിയോടൊരു വാക്ക് പറഞ്ഞിട്ട് അടുത്ത ദിവസം നിയമനം നടത്തി. അതൊക്കെ വിവാദമാകുമ്പോൾ അത് ആ രീതിയിൽ പരിഗണിക്കാനും പരിശോധിക്കാനും അദ്ദേഹം ഉദ്ദേശിച്ചു. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു തൻ്റെ ഇടവും താൻ പോരിമയും ഉള്ള ഒരു മുഖ്യമന്ത്രിയാണ്. അങ്ങനെ തീരുമാനങ്ങളെടുക്കാൻ മടിക്കുന്ന ഘടകകക്ഷികൾക്ക് എന്ത് തോന്നും, പാർട്ടിയിലെ എതിർ ഗ്രൂപ്പുകാർക്ക് എന്ത് തോന്നും എന്ന് ആലോചിച്ച് വിഷമിച്ച് വിഷാദിച്ചിരിക്കുന്ന ഒരാളെ അല്ല അദ്ദേഹം. അത് ജനാധിപത്യ ബോധത്തിന്റെ കുറവുകൊണ്ടാണെന്ന് വേണമെങ്കിൽ പറയാം, അല്ല ആത്മവിശ്വാസത്തിന്റെ കൂടുതലുകൊണ്ടാണ് എന്ന് പറഞ്ഞാൽ അതിൽ തെറ്റൊന്നുമില്ല. അത് നമ്മൾ എങ്ങനെ ഈ വിഷയത്തെ വീക്ഷിക്കുന്നു എന്നുള്ളതിനെ ആശ്രയിച്ച് മാത്രം വ്യത്യാസപ്പെടുന്ന കാര്യം. ഇതിപ്പോൾ നേരത്തെ കൂട്ടി തീരുമാനിച്ചുറച്ച ഓരോ കാര്യങ്ങളിലും കൃത്യമായി മുന്നോട്ട് പോകുന്നു എന്നാണ് തോന്നുന്നത്. അങ്ങ് ഇപ്പോൾ പറഞ്ഞതുപോലെ കോൺഫിഡൻ്റ് ആയിട്ടാണ് അദ്ദേഹം പോകുന്നത്. അപ്പോൾ കാര്യങ്ങൾ നേരെ ചൊവ്വേ നടക്കണം, വിവാദങ്ങൾ ആദ്യമൊക്കെ തന്നെ ഉണ്ടായിക്കൊള്ളും. പക്ഷേ ഒരു തീരുമാനമെടുത്ത് അതിൽ ഉറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ പിന്നീട് അതൊക്കെ കെട്ടടങ്ങിക്കൊള്ളും. അങ്ങ് പറഞ്ഞു കരുണാകരന് ശേഷം ഇത്രയും ബോൾഡായിട്ട് മുന്നോട്ട് പോകുന്നവരെ കണ്ടിട്ടില്ല എന്ന്. അപ്പോൾ നമുക്ക് മുൻകാലത്തെ മികച്ച മുഖ്യമന്ത്രിമാരുമായി കമ്പയർ ചെയ്യാൻ സാധിക്കുന്ന വിധത്തിലുള്ള ഒരു പ്രവർത്തനത്തിലേക്കാണ് അദ്ദേഹം പോകുന്നത്, അദ്ദേഹത്തിന് ഗ്രാഫ് നീങ്ങുന്നത് എന്നാണോ അങ്ങ് വിലയിരുത്തുന്നത്? എന്ന് വേണം വിചാരിക്കാനായിട്ട്. കാരണം കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് കേരള സംസ്ഥാന പിറവിക്ക് ശേഷം 5ാമത്തെ മുഖ്യമന്ത്രിയാണ് സതീശൻ. ആദ്യത്തെ ആൾ R. ശങ്കറാണ്, രണ്ടാമത്തത് K. കരുണാകരൻ, മൂന്നാമത് ആന്റണി, നാലാമത് ഉമ്മൻചാണ്ടി, 5ാമത് സതീശൻ. ഈ 5 പേർക്ക് മാത്രമേ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് ഈ സ്ഥാനത്ത് എത്താൻ പറ്റുള്ളൂ. തിരുക്കൊച്ചി നിയമസഭയും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ AJ ജോണിനും പനമ്പള്ളിയും കൂടി ചേർക്കേണ്ടി വരും. അപ്പോൾ 7 ആയി, അത്രേ ഉള്ളൂ. അപ്പോൾ വളരെ ദുർലഭമായ അലഭ്യമായ ഒരു സ്ഥാനത്താണ് അദ്ദേഹം ഇരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് അറിയാം അദ്ദേഹത്തിൻ്റെ പ്രാധാന്യം, പുള്ളി എങ്ങനെയാണ് ആ സ്ഥാനത്ത് എത്തിയത്. ആ കോൺഗ്രസ് പാർട്ടിയിലെ ഓരോ നേതാവിനും എത്ര പൊട്ടൻഷ്യൽ ഉണ്ട്, അവർ വിചാരിച്ചാൽ എന്ത് ചെയ്യാൻ പറ്റും, ഇവർ പോയാൽ എവിടം വരെ പോകും. പിന്നെ ഹൈക്കമാൻഡ് എന്ന് പറഞ്ഞൊരു സ്ഥാനമുണ്ട്, അങ്ങനെ ഒരു സ്ഥാനമുണ്ട്. അത് വലിയൊരു സംഭവമാണെന്ന് അവർ വിചാരിക്കുന്നു, ഒരു സംഭവം അല്ലാതെ നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഈ ഹൈക്കമാൻഡ് വിചാരിച്ചാൽ എന്ത് ചെയ്യാൻ പറ്റും, അതും പുള്ളിക്കറിയാം. അപ്പോൾ ഈ ഓരോന്നിനെ കുറിച്ചും അദ്ദേഹത്തിന് കൃത്യമായിട്ടൊരു ധാരണയുണ്ട്. പ്രതിപക്ഷത്തിന് എന്ത് ചെയ്യാൻ പറ്റും, അതിൽ CPM എന്ത് ചെയ്യും, CPI എന്ത് ചെയ്യും, അത് അദ്ദേഹത്തിന് അറിയാം. പിന്നെ BJP എന്ന് പറഞ്ഞാൽ രണ്ടാമതൊരു പ്രതിപക്ഷം കൂടി, അവരെന്ത് നിലപാട് സ്വീകരിക്കും. അതുപോലെ മറ്റ് ഭരണഘടനാ സ്ഥാപനങ്ങളിൽ ഇരിക്കുന്ന ആൾ, ഇപ്പോൾ ഗവർണർ എന്നുള്ള നിലയ്ക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും, ചാൻസലർ എന്ന രീതിയിൽ സർവകലാശാലകൾ എന്ത് ചെയ്യാൻ കഴിയും, ഓരോന്നിനെക്കുറിച്ചും അദ്ദേഹത്തിന് തികഞ്ഞ ധാരണയായിട്ട് ബോധ്യമുണ്ട്. ഒരുപാട് കൊല്ലം MLA ആയിരുന്ന ആളാണ്. ഈ ഭരണ സംവിധാനത്തെ അടുത്തു നിന്നും അകലെ നിന്നും കണ്ടു പഠിച്ച് അതിൻ്റെ സംഗതികൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടുള്ള ഒരാളാണ് മുഖ്യമന്ത്രി VD സതീശൻ. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹം തന്നെ പണ്ടൊരിക്കൽ എന്നോട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, വ്യക്തിപരമായിട്ട് പറഞ്ഞാൽ, ഈ നിയമസഭാ പ്രവർത്തനത്തിൽ അദ്ദേഹത്തെ ഏറ്റവും അധികം ആകർഷിച്ച 2 പേർ എന്ന് പറയുന്നത് ഒന്ന് KM മാണിയാണ്. KM മാണിയുടെ ഭരണപരമായ നൈപുണ്യം, അദ്ദേഹത്തിൻ്റെ ലീഗൽ സെൻസ് അതിഗംഭീരമാണ്. ഇപ്പോഴൊന്നുമല്ല, എത്രയോ കൊല്ലം മുമ്പ് PS അച്യുതാനന്ദൻ മുഖ്യമന്ത്രി ഇരുന്ന കാലത്ത് പറഞ്ഞു. പിന്നെ പൊളിറ്റിക്കൽ സെൻസ് പുള്ളി പറഞ്ഞിട്ടുള്ള ആര്യാടൻ മുഹമ്മദാണ്. ആര്യാടൻ മുഹമ്മദ് അത്രയും പൊളിറ്റിക്കലായിട്ടൊരു MLA കേരള നിയമസഭയിലില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇതുപോലെയുള്ള പ്രഗത്ഭന്മാരായ ആളുകളെ കാണാനും അവരുടെ അടുത്ത് ഇടപഴകാനും അവരെങ്ങനെ ഈ കാര്യങ്ങളെ, പ്രതിസന്ധികളെ നേരിടും, എങ്ങനെ ഇതിനെ മറികടക്കും എന്ന് മനസ്സിലാക്കാനുമുള്ള കഴിവ് ഇദ്ദേഹത്തിനുണ്ട്. അതിലൊരു അവസരം പുള്ളി കിട്ടിയിട്ടുണ്ട്. ആ അവസരത്തിൽ വെറുതെ അവിടെ ഒതളങ്ങ പോലെ ഇരിക്കുകയെന്നില്ലേ, കാര്യങ്ങൾ കണ്ട് കേട്ട് പഠിച്ച് മനസ്സിലാക്കി ഇടപെടുകയാണ്. അപ്പോൾ ആ ഒരു ഈ ഒരുപാട് കാലം നിരീക്ഷിച്ച് പരീക്ഷിച്ച് പഠിച്ച കാര്യങ്ങൾ ഇപ്പോൾ അദ്ദേഹം പ്രാവർത്തികമാക്കുക.
ഭാഗ്യത്തിന് ഈ പ്രതിപക്ഷം വളരെ ദുർബലമായിരിക്കുന്ന ഒരു സമയമാണ്. കോൺഗ്രസിനകത്ത് തന്നെയുള്ള ഇദ്ദേഹത്തിൻ്റെ വിരോധികൾ, ആ പുള്ളിക്ക് മുഖ്യമന്ത്രി സ്ഥാനം നിഷേധിക്കാൻ വേണ്ടി ശ്രമിച്ച ആളുകളെല്ലാവരും അമ്പേ പരാജിതരായിരിക്കുകയാണ്. ഹൈക്കമാൻഡാണെങ്കിൽ തന്നെ ലോ കമാൻഡായിട്ട് ഇരിക്കുകയാണ്. പിന്നെ ഘടകകക്ഷികളാർക്കാണെങ്കിലും ഇദ്ദേഹത്തെ വെല്ലുവിളിക്കത്തക്കതിലുള്ള ഭൂരിപക്ഷം ആർക്കുമില്ല. അതുകൊണ്ട് അവരുമൊക്കെ സമാധാന പ്രേമികളായിട്ട് കിട്ടിയത് മതി എന്ന രീതിയിൽ തുടരുകയാണ്. അപ്പോൾ എല്ലാം കൊണ്ടും ജാതകവശാൽ അദ്ദേഹത്തിന് ഇപ്പോൾ വളരെ നല്ല സമയമാണ്. വ്യാഴം 7-ലും ശുക്രൻ 12-ലും എന്ന് വേണമെങ്കിൽ പറയാം. അല്ല സാർ, ഈ വീര്യം കുറഞ്ഞ മദ്യത്തിൻ്റെ വിഷയം വന്നപ്പോൾ തന്നെ ഞാൻ വിചാരിച്ചു ഇതിപ്പോൾ ആകെ പ്രശ്നമാകുമല്ലോ UDF-ൽ സർക്കാരിലും ഒക്കെ തന്നെ. എങ്ങനെ ഈ കൊടുങ്കാറ്റിനെ അതിജീവിക്കും VD സതീശൻ എന്ന മുഖ്യമന്ത്രിയാണ് ഞാൻ ആദ്യം ചിന്തിച്ചത്. പക്ഷേ അദ്ദേഹം അതിനെ വളരെ വൈദഗ്ധ്യത്തോടുകൂടി ഹാൻഡിൽ ചെയ്തു എന്ന് തന്നെ പറയാം അല്ലേ? തീർച്ചയായിട്ടും വീര്യം കുറഞ്ഞ മദ്യം ഇപ്പോൾ ഒരു വിഷയമേ അല്ലാണ്ടായില്ലേ. അതെ, അതിനേക്കാളും വീര്യം കൂടിയ പല വിവാദങ്ങളും വന്നു. അപ്പോൾ അത് കെട്ടണേ. വീര്യം കുറഞ്ഞ മദ്യത്തെക്കുറിച്ച് ഇപ്പോൾ കത്തോലിക്ക മെത്രാന്മാർക്ക് പോലും വലിയ ആകാംക്ഷയില്ല, ആശങ്കയില്ല. മുസ്ലിം മതപണ്ഡിതന്മാർക്കും പഴയ പോലുള്ള വേവലാതിയില്ല. ആ പ്രശ്നമൊക്കെ പുള്ളി പരിഹരിച്ചു, പുഷ്പം പോലെ പരിഹരിച്ചു. അതെ. ഇനിയിപ്പോൾ അദാനി പോർട്ടിൻ്റെ വിഷയമാണ് വന്നുള്ളത്. അദാനിയുമായിട്ട് ഒരു കൺഫ്രണ്ടേഷനിലേക്ക് പോയേക്കാം എന്ന് വിചാരിച്ചാലും അതുമൊക്കെ ഈ പറഞ്ഞ പോലെ ചായക്കോപ്പയിലെ കൊടുങ്കാറ്റായിട്ട് അവസാനിക്കാനാണ് സാധ്യത. മറ്റ് വിഷയങ്ങൾ അത്ര തന്നെ ഭരിക്കില്ല. ഇപ്പോൾ PM ശ്രീയുടെ വിഷയം നമ്മൾ കണ്ടു, ശേഷാദ്രിനാഥിൻ്റെ വിഷയം കണ്ടു. മുസ്ലിം ലീഗുകാർക്ക് പരാതിയില്ല, പിന്നീട് ബാക്കിയുള്ളവർക്ക് പരാതി പറഞ്ഞെങ്കിൽ ലീഗുകാരല്ലേ പരാതി പറഞ്ഞു. ശരിയാണ്. അത് കഴിഞ്ഞിട്ടല്ലേ കോൺഗ്രസ്, RSP, CMP മുതലായ പാർട്ടികൾക്കുള്ളൂ. അപ്പോൾ ലീഗുകാർക്ക് പരാതിയില്ല. ജമാഅത്തെ ഇസ്ലാമിക്കാർക്ക് ചെറിയ വിഷമമുണ്ട്. അത് സാരമില്ല. എല്ലാവരെയും തൃപ്തിപ്പെടുത്തിക്കൊണ്ട് നാട് ഭരിക്കാൻ പറ്റില്ല. അതെ, തീർച്ചയായിട്ടും. അങ്ങനെ ഒരു ഭരണം സാധ്യമേ അല്ല. അതിപ്പോൾ ആര് ഭരിച്ചാലും ഒരു എതിരഭിപ്രായം ഉണ്ടാവും. അങ്ങ് തന്നെ എനിക്ക് തോന്നുന്നു ഈ PM ശ്രീ വിഷയത്തിൽ ഒരു സ്റ്റഡി നടത്തിയിട്ടുണ്ടാകണം. ഞാനും ഇതുമായി ബന്ധപ്പെട്ട് വിദ്യാഭ്യാസ രംഗത്തെ ഒരു വിദഗ്ധനോട് സംസാരിച്ചു. പ്രത്യേകിച്ച് പൊളിറ്റിക്കൽ ലീനിയൻസ് ഒന്നും തന്നെ അദ്ദേഹത്തിനില്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇത് ഈ പറയുന്നത് പോലെ ഈ വിമർശിക്കുന്നത് പോലെയുള്ള പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല. ഇതിപ്പോൾ എന്തോ ഒരു ഭീകര പദ്ധതി എന്നത് പോലെയാണ് കേരളത്തിലെ രാഷ്ട്രീയക്കാർ ഇതിനെ ചർച്ച ചെയ്യുന്നതെന്നാണ് പറഞ്ഞത്. പക്ഷേ ഇത് ഓരോ സ്കൂളിൻ്റെയും നിലവാരമുയർത്തുന്ന തലത്തിലേക്ക് പോകുന്നു. ഇതിൻ്റെ സിലബസും മറ്റുമൊക്കെ തന്നെ സംസ്ഥാനത്തിന് കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യമായിട്ട് തന്നെ നിലനിൽക്കും എന്നൊക്കെയാണ് പറഞ്ഞത്. അങ്ങേക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഒരു അപകടം ഇതിൽ മണത്തിട്ടുണ്ടോ? ഈ അപകടം ഉണ്ടായിരുന്നെങ്കിൽ തന്നെ കേരളത്തിലെ ഏതെങ്കിലുമൊക്കെ പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് ഇതിലുമായി ഒപ്പുവയ്ക്കാൻ തയ്യാറാകുമെന്ന് അങ്ങ് തോന്നുന്നുണ്ടോ? അങ്ങേക്ക് തോന്നുന്നുണ്ടോ? ഞാൻ ഈ പിണറായി വിജയനോട് പല കാര്യങ്ങളിലും എതിരഭിപ്രായമുള്ള ആളാണ്. ഉണ്ടായിരുന്ന ആളാണ്, ഇപ്പോഴും എതിരഭിപ്രായമുള്ള. പക്ഷേ അദ്ദേഹം ചെയ്ത നല്ല കാര്യങ്ങൾ നമുക്ക് ആരെങ്കിലും തള്ളിക്കളയാൻ കഴിയില്ല. അതിലൊന്നാണ് ഈ PM ശ്രീ പദ്ധതി. ശിവൻകുട്ടി പോലും അറിയാതെ കേരളത്തിൻ്റെ മന്ത്രി വകുപ്പ് സെക്രട്ടറി ഡൽഹിയിൽ പോയി ഒപ്പിട്ടെന്നുണ്ട്. ഇതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു അപകടവും ഇല്ലയെന്ന് മനസ്സിലായതുകൊണ്ടാണ്. ഇന്ത്യ രാജ്യത്ത് 28 സംസ്ഥാനത്തിൽ തമിഴ്നാട് ഒഴിച്ച് ബാക്കി കേരളം ഒഴിച്ച് ബാക്കി 26 സംസ്ഥാനത്തും നടപ്പാക്കി. കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ നടപ്പാക്കി. അവർക്ക് ആർക്കും ഒരു കുഴപ്പമില്ല. ആർക്കെങ്കിലും എന്തെങ്കിലും കുഴപ്പമുണ്ടോ? കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകയിലും തെലങ്കാനയിലും ഇത് നേരത്തെ നടപ്പാക്കിയതാണ്. യാതൊരു പ്രശ്നമില്ല. അവിടെ നടന്നുകൊണ്ടിരിക്കും. ഇത്രയൊക്കെ ഉള്ളൂ. മുസ്ലിം ലീഗുകാർക്ക് മനസ്സിലായി, KM ഷാജിക്കും കുഞ്ഞാലിക്കുട്ടിക്കും മനസ്സിലായി ഇതിൽ പ്രശ്നമില്ല. പക്ഷേ നമ്മുടെ നാട്ടിൽ ഇവിടുത്തെ ചില ആളുകൾ ഈ പുൽത്തൊട്ടിയിൽ നായാന്ന് പറഞ്ഞ പോലെ പട്ടി പുല്ല് തിന്നയില്ല, പശുവിനെ കൂടി തീറ്റിക്കുകയില്ല എന്ന പരിപാടിയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൽ കവിഞ്ഞ പ്രാധാന്യമൊന്നും അതിൻ്റെ അകത്തില്ല. ഓക്കെ, ഒരു ചോദ്യം ഞാൻ ചോദിച്ചോട്ടെ സാർ. അതായത് നമ്മളെല്ലാവരും കരുതിയത് ഇനിയിപ്പോൾ UDF സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ, റിസൾട്ട് വന്നതിന് ശേഷം അധികാരത്തിൽ വരുമ്പോൾ എന്തായിരിക്കും? വലിയൊരു പുകിലായിരിക്കും, തമ്മിലടിയായിരിക്കും. ഇനിയിപ്പോൾ മുഖ്യമന്ത്രി സ്ഥാനത്തിന് തന്നെ വലിയ പോരാണ് നടക്കുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കവും വിവാദവും ഒക്കെ കൊണ്ട് ഇത് എത്ര നാൾ പോകുമെന്ന് കണ്ടറിയണമെന്നാണ് എല്ലാവരും കരുതിയത്. പക്ഷേ ഈ ഒരു മാസത്തെ പ്രവർത്തനം കണ്ടതിന് ശേഷം എനിക്ക് തോന്നുന്നു ഒരു അണ്ടർഡോഗായി വന്ന് ഒരു 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 വലിയ പെർഫോമൻസ് കാഴ്ചവെക്കുന്ന തരത്തിലേക്ക്, നോട്ടബിൾ ആയിട്ടുള്ള പെർഫോമൻസ് കാഴ്ചവെക്കുന്ന തരത്തിലേക്ക് ഈ സർക്കാർ പോകുന്നതാണ് എൻ്റെ ഒരു ഇൻറ്റ്യൂഷൻ. അങ്ങേക്ക് എന്ത് തോന്നുന്നു? അല്ല, എനിക്കും തോന്നുന്നത് അങ്ങനെയാണ്. പക്ഷെ ഒരു മാസം എന്ന് പറഞ്ഞാൽ താരതമ്യേന വളരെ കുറഞ്ഞൊരു സമയമാണ്. ഒരു മാസം കൊണ്ട് നമുക്കൊരു സർക്കാരിന്, ഒരു മുഖ്യമന്ത്രിയെ വിലയിരുത്താൻ പറ്റില്ല. അതെ, ധാരാളം സമയം കിടക്കുകയുള്ളൂ. അതെ അതെ, തീർച്ചയായിട്ടും. നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ചയിൽ പറഞ്ഞില്ല, ഒരു ലാടമേ കിട്ടിയിട്ടുള്ളൂ. ഇനി 3 ലാടവും ഒരു കുതിരയും കൂടി ഉണ്ടെങ്കിലേ നമുക്ക് സവാരി കൃത്യമായിട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇത് അതിനെക്കുറിച്ചൊരു വിധിയെടുത്ത് നടത്താനൊരു സമയമായിട്ടില്ല. എങ്കിൽ പോലും ഒരു തുടക്കം എന്ന രീതിയിൽ നല്ല തുടക്കം നേടിയിരിക്കുന്നു. നല്ല തുടക്കമാണ്, ഒരു സംശയമൊന്നുമില്ല. മാത്രമല്ല, പണ്ട് CH മുഹമ്മദ് കോയ പറഞ്ഞ പോലെ ഈ സർക്കാർ 5 കൊല്ലവും പിന്നെ ഒരു ദിവസം കൂടി ഭരിക്കും എന്നാണ് പൊതുവെ ഒരു ഇമ്പ്രഷൻ. അതിൽ സംശയമില്ല. അതെ അതെ, തീർച്ചയായിട്ടും. അപ്പോൾ വേറൊന്ന്, എന്തായാലും വലിയ അപകടകാരികളൊന്നുമല്ല ഇവർ എന്ന് നമുക്ക് ഏറെക്കുറെ ബോധ്യമാകുന്ന തരത്തിലാണ് ഈ ഒരു മാസം കടന്നുപോയത്. ഇത് വലിയ കാലഘട്ടമല്ല എങ്കിൽ തന്നെയും ഞാൻ വേറൊന്ന് ചോദിച്ചോട്ടെ. മറുവശത്ത് നിൽക്കുന്ന പ്രതിപക്ഷത്തിൻ്റെ പ്രവർത്തനം അവർക്ക് ഭരണപക്ഷത്തിനെതിരെ ആഞ്ഞടിക്കുവാൻ ആയുധങ്ങളില്ലാത്തൊരവസ്ഥ പോലെ. അതായത്
ഒരു ഒരു പൊള്ളയായ ആരോപണങ്ങൾ കൊണ്ട് പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുന്ന ഒരു പ്രതിപക്ഷത്തെയാണ് അതേസമയം നമുക്ക് കാണാൻ സാധിക്കുന്നതെന്ന് തോന്നിയിട്ടുണ്ട് എനിക്ക്. അതിൽ ഒന്നിലധികം പ്രശ്നങ്ങളുണ്ട്. ഒന്നാമത് ഈ ഇപ്പോൾ UDF നടപ്പാക്കുന്ന കാര്യങ്ങളെല്ലാം തുടങ്ങി വെച്ച LDFിൻ്റെ സമയത്താണ്, PM ശ്രീ അടക്കം. അപ്പോൾ അതുകൊണ്ട് അതിനെപ്പറ്റി മിണ്ടാൻ പറ്റില്ല. പറഞ്ഞാൽ മദ്യനയമാണെങ്കിൽ മദ്യം വ്യാപിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ മിണ്ടാൻ പറ്റുമോ? ഉമ്മൻചാണ്ടി പൂട്ടിയിട്ട് പോയ സകല ബാർ വീട് വന്നപ്പോൾ തുറപ്പിച്ചു. സ്വന്തമായിട്ട് പുതിയതിന് ലൈസൻസ് കൊടുത്തു. പിന്നെ ബിവറേജിൻ്റെ ഔട്ട്ലെറ്റുകൾ നാടുവിട്ടേക്ക് പടർന്നു പിടിച്ചു. ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം മദ്യം വ്യാപിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ ആളുകൾ പരിഹസിക്കും. അപ്പോൾ അത് നടക്കില്ല. ഇങ്ങനെ മിക്കവാറും കാര്യങ്ങളിൽ ഇവർ ഡിഫൻസിലാണ്. അതൊരു വിഷയം. രണ്ടാമത്തേത്, നിയമസഭയ്ക്കകത്തും പുറത്തും ഇടതുപക്ഷം ദുർബലമായിരിക്കുന്ന സമയമാണ്. തെരഞ്ഞെടുപ്പിലെ പരാജയമല്ല, അതിനേക്കാൾ ഉപരിയായിട്ട് പ്രഗത്ഭരായ അംഗങ്ങൾ അവിടെ ഇല്ല. അപ്പോൾ പിണറായി വിജയൻ ഈ പ്രായാധിക്യം വെച്ചുകൊണ്ട് പ്രതിപക്ഷ സ്ഥാനത്ത് തുടരുകയാണ്. അപ്പോൾ അദ്ദേഹം തുടരുന്നത് തന്നെ ഒരു കളങ്കിതമായ ഭൂതകാലത്തിൻ്റെ തുടർച്ച എന്ന ഒരു മതിപ്പ് ആളുകളുടെ ഇടയിൽ ഉണ്ടാക്കുള്ളൂ, ഇടതുപക്ഷക്കാരുടെ ഇടയിൽ ഉണ്ടാക്കുള്ളൂ, പാർട്ടിക്കാരുടെ ഇടയിൽ ഉണ്ടാക്കും. അത് ഒരു വശമാണ്. പക്ഷേ പുള്ളി മാറിയാൽ ആരാവും എന്നുള്ള ചോദ്യമില്ലേ? കറക്റ്റ്. അതൊരു വലിയ പ്രശ്നമല്ലേ? അതെ. പിണറായി വിജയൻ മാറി ബാലഗോപാലും പ്രതിപക്ഷ നേതാവായിട്ട് സ്ഥിതി ഒന്ന് ആലോചിച്ചു. അല്ലെങ്കിൽ സജി ചെറിയാൻ വന്നാലെങ്കിൽ, അല്ലെങ്കിൽ മുഹമ്മദ് റിയാസ് വന്നാൽ ഇതിനേക്കാൾ ദയനീയമായിരിക്കും. അതുകൊണ്ടാണ് ഒരു പക്ഷേ പിണറായി വിജയൻ മാറാത്തതെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ CPM CPI തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം. സത്യത്തിൽ അങ്ങനെ ആമാശയപരമായിട്ടോ പോലും എതിരഭിപ്രായമൊന്നുമില്ല. പക്ഷേ ഒരു പ്രതിപക്ഷ ഉപനേതൃത്വം എന്ന് പറഞ്ഞൊരു കാര്യത്തെക്കുറിച്ച് വലിയൊരു ആശയക്കുഴപ്പം നിലനിൽക്കും. അപ്പം ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ അവിടെ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ കൊണ്ട് ഇവർക്ക് ഫലപ്രദമായിട്ട് പ്രതിരോധിക്കാൻ കഴിയുന്നില്ല. മാത്രമല്ല ഈ സർക്കാർ മാറിയിട്ട് ഒരു മാസമല്ലേ ഉള്ളൂ. അപ്പോൾ പെട്ടെന്ന് കയറി പ്രതിരോധിക്കാനും സമരത്തിനും ബഹളത്തിനും വടുതടലിനൊക്കെ പോയി കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നത്തിലേക്ക് പോകും. അതിലും പുറമെയാണ് ഈ കുരുമ്മ കുരു എന്ന് പറഞ്ഞുകൊണ്ട് പിണറായി വിജയനും മകൾക്കും എതിരായിട്ടുള്ള മാസപ്പടി കേസിലെ EDയുടെ പരിശോധന. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ അവർക്കുണ്ട്. അതുകൊണ്ട് അവർ വളരെ ദുർബലമാണ്, നിഷ്ക്രിയമാണ്. പക്ഷേ ഇടതുപക്ഷത്തെ സംബന്ധിച്ച് ഇതൊന്നുമല്ല ശരിക്കുള്ള പ്രശ്നം. ഈ പ്രശ്നങ്ങളൊക്കെ അവർക്ക് പരിഹരിക്കാം. യഥാർത്ഥ പ്രശ്നം എന്ന് വെച്ചാൽ പാർട്ടി വോട്ടുകളിൽ ഉണ്ടായിട്ടുള്ള ചോർച്ചയാണ്. LDF തോറ്റപ്പോൾ UDF ജയിച്ചു. അത് ഇമ്മെറ്റീരിയലാണ്. ഇപ്പോൾ UDFിലേക്ക് പോയ വോട്ട് അടുത്ത തവണ ഇപ്പോൾ തിരിച്ചു. പക്ഷേ ഈ പാർട്ടിയുടെ കോർ വോട്ടുകളിൽ ഗണ്യമായ ചോർച്ച ഉണ്ടാക്കി അത് BJPയിലേക്ക് പോയി ചേരും എന്നുള്ളതാണ് രാഷ്ട്രീയമായിട്ട് CPMനെ നേരിടുന്ന ഒരു വലിയ പ്രശ്നം. തീർച്ചയായും അതിൽ ഒളിഞ്ഞു കിടക്കുന്ന ഒരു വിഷയമുണ്ട്. അത് സാർ നേരത്തെ പറഞ്ഞൊരു കാര്യമാണ്. അതായത് ഈ പിണറായി വിജയൻ മാറിക്കഴിഞ്ഞാൽ ആര് ഈ മുന്നണിയെ നയിക്കും എന്നുള്ളതാണ്, അല്ലെങ്കിൽ ഈ പാർട്ടിയെ നയിക്കും എന്നുള്ളൊരു വിഷയം അവിടെ നിൽക്കുകയാണ്. അതായത് ഈ നേതാക്കളുടെ മൂല്യത്തിലുണ്ടായിട്ടുള്ള ഇടിവ്, അവരുടെ ക്വാളിറ്റിയിലുണ്ടായിട്ടുള്ള ഇടിവ്, ക്വാളിറ്റി നേതാക്കൾ ഇടതുപക്ഷത്തിന് ഇല്ലാതായിരിക്കുന്നു എന്നുള്ളത് അതൊരു വാസ്തവം തന്നെയല്ലേ? അതുതന്നെയല്ലേ നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്ന ഈ സ്കോർ ബോർഡിലെ അക്കങ്ങളും വ്യക്തമാക്കുന്നത്? അല്ല, സ്കോർ ബോർഡിലെ അക്കങ്ങളുമായിട്ട് സത്യത്തിൽ അതിന് വലിയ ബന്ധം ഉണ്ടാവുന്നില്ല. ഇപ്പോൾ പ്രഗത്ഭരായ നേതാക്കന്മാർ പോലും തെരഞ്ഞെടുപ്പിൽ തോറ്റുപോകുന്ന സാഹചര്യം ഉണ്ടാവും. KR ഗൗരിയമ്മ തോറ്റുപോയില്ല 77. ഒരു മോശക്കാരിയായിട്ടല്ല തോറ്റത്. ആ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ട്രെൻഡ് അതായിരുന്നു എന്നുള്ളതുകൊണ്ട്. അല്ലെങ്കിൽ PK വാസുവെന്നായാലും PS ശ്രീനിവാസന് തോറ്റ തെരഞ്ഞെടുപ്പുകളുണ്ട് CPIക്ക്. അതുമല്ല പ്രശ്നം. ഇതിലെ പ്രശ്നം എന്ന് വെച്ചാൽ ഈ നേതൃത്വത്തിൻ്റെ ക്വാളിറ്റിയിലൊരു കുറവ് സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ അപ്പോൾ പോലും ശക്തമായ രണ്ടാം തരം മൂന്നാം തരം നേതൃത്വം ഇടതുപക്ഷത്തിനുണ്ട്. പക്ഷെ അവർക്ക് അർഹിക്കുന്ന ഒരു പ്രാമുഖ്യം നിയമസഭയിൽ കിട്ടിയിട്ടില്ല. അവർക്ക് ആ രീതിയിൽ പ്രാഗൽഭ്യത്തിലേക്കുള്ള അവസരവും കിട്ടിയിട്ടില്ല. അതാണ് പ്രശ്നം. കഴിഞ്ഞ മന്ത്രിസഭയിൽ വന്ന പ്രശ്നം കഴിവുള്ള ആളുകളെ മാറ്റിയെടുത്തിട്ട് കഴിവില്ലാത്ത ആളുകളെ മന്ത്രിമാരാക്കി എന്നുള്ളതാണ്. അങ്ങനെയാണ് ഈ മന്ത്രിസഭയുടെ പ്രതിച്ഛായ മോശമായത്. അതാണ് പ്രശ്നം. ഈ G സുധാകരൻ അല്ലെങ്കിൽ തോമസ് ഐസക്ക് AK ബാലൻ എടുത്ത സ്ഥാനത്ത് വീണ ജോർജ്, ബിന്ദു അതുപോലുള്ള പ്രതിഭാശാലികൾ വന്നു. അപ്പോൾ സർക്കാരിൻ്റെ പ്രതിച്ഛായ മോശമായി. ഇപ്പോൾ അതേ ആളുകൾ വീണ്ടും പ്രതിപക്ഷത്തെ MLA-മാരായിട്ട് വന്നിരുന്നു. ആ ഫലപ്രദമായിട്ട് ചട്ടങ്ങളും റൂളുകളൊക്കെ അറിയുന്നവർ, നിയമസഭ പരിചയമുള്ളവർ കുറവാണ്. ഉള്ളവർക്ക് തന്നെ പ്രാഗൽഭ്യമില്ല. ഇതാണ് പ്രശ്നം. ഇപ്പോൾ ഏറ്റവും അധികം സംസാരിക്കുന്ന ഒരാൾ എന്ന് പറയുന്നത് ബാലഗോപാൽ കഴിഞ്ഞാൽ പിന്നെ രവീന്ദ്രനാഥാണ്. അദ്ദേഹം ശരിയായ അർത്ഥത്തിലൊരു പാർട്ടിക്കാരനല്ല. പാർട്ടി മെമ്പറാണ്. പാർട്ടിയെ പ്രതികരിച്ച് പലതവണ MLA ആയിട്ടുള്ള ആൾ, ഇപ്പോഴും MLA ആയിരിക്കും. പാർലമെൻ്ററി എക്സ്പീരിയൻസും ഒക്കെ ശരിയാണ്. എന്നാൽ പോലും ഒരു ശരിക്കുള്ള CPM-കാരനല്ല രവീന്ദ്രനാഥ്. അങ്ങനെയുള്ളൊരു പരാധീനത അവർക്കുണ്ട്. അപ്പോൾ പിണറായി വിജയൻ കഴിഞ്ഞാൽ പിന്നെ ബാലഗോപാൽ കഴിഞ്ഞാൽ പിന്നെ രവീന്ദ്രൻ മാഷേ ഉള്ളൂ. ഇതാണ് അവസ്ഥ. ഈ തീപ്പൊരി നേതാവ് എന്ന് പറയുന്ന ആരുമില്ല. തീപ്പൊരി നേതാവ് എന്ന രീതിയിൽ നടിച്ചുകൊണ്ട് ചിലരൊക്കെ പറയുന്നത് ഇപ്പോഴും ഫൗളുകളാണ്, ഇപ്പോഴും അബദ്ധങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലേ? പമ്പര വിട്ടിത്തങ്ങളാണ് അധികം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അബദ്ധം എന്നൊക്കെ പറഞ്ഞാൽ അത് തന്നെ ഒരു അബദ്ധവും.
അതുപോലെ സാർ വേറൊരു വിഷയത്തിൽ കൂടി ഒരു ഇൻസൈറ്റ്, അതായത് ചില പദവികൾ നമ്മൾ പറഞ്ഞു, സാർ തന്നെ പറഞ്ഞു, ചില പദവികളിലേക്കൊക്കെ തന്നെ ചിലർ വന്നത് സംസാരമായിട്ടുണ്ട്, ചർച്ചയാവുകയും ചെയ്തു. പക്ഷേ ഇടതുപക്ഷം പലരെയും നിയോഗിച്ച് പോയി, സർക്കാർ മാറിയിട്ടും അവരെയൊന്നും മാറ്റിയിട്ടില്ല. ചില ഈ പോസ്റ്റുകളുടെ കാര്യമാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇപ്പോൾ ഓരോന്നോരോന്നായി മാറി വരുന്നുണ്ട്. അത്തരത്തിലുള്ള ഈ ഉദ്യോഗസ്ഥരുടെ ഇടപെടൽ ഈ സർക്കാരിന് ഏതെങ്കിലും തരത്തിൽ വെല്ലുവിളി അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കാനുള്ള സാധ്യതയുണ്ടോ? ഇപ്പോൾ കെ മുരളീധരൻ അദ്ദേഹത്തിൻ്റെ വകുപ്പിലുള്ള ബുദ്ധിമുട്ടുകൾ അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ് കൊണ്ട് മാറ്റി ഓരോരുത്തരെയും മാറ്റി മാറ്റി പോകുന്നുണ്ട്. പക്ഷേ എക്സ്പീരിയൻസ് കുറഞ്ഞ കുറേയേറെ പൊളിറ്റീഷ്യൻസ് ഉണ്ട്, മന്ത്രിമാരായി തന്നെ MLA-മാരായിട്ട് തന്നെ ഉണ്ട്. അതൊക്കെ ഏതെങ്കിലും തരത്തിൽ ഈ ഉദ്യോഗസ്ഥരുടെ ബുദ്ധിമുട്ട് ഏതെങ്കിലും തരത്തിൽ ബാധിക്കാൻ സാധ്യതയുണ്ടോ? അല്ല, അതിൽ ഒരു പ്രശ്നമുണ്ട്. യഥാർത്ഥത്തിൽ ഇപ്പോൾ ഒരു ഉദാഹരണം ചീഫ് സെക്രട്ടറിയുടെയാണ്. ചീഫ് സെക്രട്ടറി ജയതിലക് പിണറായി വിജയൻ്റെ വളരെ വിശ്വസ്തനായിട്ടുള്ള ആളാണ്. അദ്ദേഹത്തെക്കുറിച്ച് IAS തലത്തിൽ കീഴുദ്യോഗസ്ഥ തലത്തിലൊന്നും മെച്ചപ്പെട്ട അഭിപ്രായമല്ലോ ഉണ്ട്. പല ആരോപണങ്ങളും അപവാദങ്ങളും ഒക്കെ കേട്ടിട്ടുണ്ട്. അതൊന്നും നമ്മൾ മാറ്റി നിർത്തുക, അതൊക്കെ മാറ്റി നിർത്തുക. എന്നാൽ പോലും ആ മുഖ്യമന്ത്രിക്ക് ഏറ്റവും വിശ്വസ്തനായിട്ടുള്ള ആളാണല്ലോ ചീഫ് സെക്രട്ടറിയുടെ വേണ്ട. പക്ഷേ അവിടെ സതീശൻ ഒരു മര്യാദ കാണിച്ചു. എന്താ വെച്ചാൽ നമ്മുടെ ജയതിലകിന് റിട്ടയർ ചെയ്യാനായിട്ട് ഒരു മാസമുള്ളൂ. മുഖ്യമന്ത്രി ഒരു ഗ്രേസ് പീരീഡ് കൊടുത്തു. അതെ, ഇത്ര നാളും ചീഫ് സെക്രട്ടറി ആയിരുന്ന ആളല്ലേ, അയാളെ അങ്ങനെ പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തി വരുന്ന ആളെ ഒരു മാസത്തേക്ക് വേണ്ടി വെക്കുന്നതിൽ കഥയില്ല. ഇരുന്ന് പോയിക്കോട്ടെ. അങ്ങനെ ഒരു മാസം അദ്ദേഹത്തിന് തുടരാൻ അനുവദിച്ചു. ഒരു മാസം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ കാലാവധി കഴിഞ്ഞാൽ അദ്ദേഹം പിരിഞ്ഞു പോയി. അപ്പോൾ സർക്കാരിന് വിശ്വാസമുള്ള ഒരാളെ ആ സ്ഥാനത്ത് കൊണ്ടു. അത് ഒരു ശരിയായ തീരുമാനമല്ലേ? നേരെ മറിച്ച് പോലീസ് മേധാവി സ്ഥാനത്ത്, പോലീസ് മേധാവി ഇപ്പോഴും പഴയ ആൾ തന്നെയാണ്. അദ്ദേഹത്തിന് പക്ഷേ അവിടെ പ്രത്യേകിച്ച് റൂളൊന്നുമില്ല. പോലീസ് മേധാവി വെറുതെ ഇങ്ങനെ പേപ്പർ വെയിറ്റ് പോലെ ഇരിക്കുന്ന ഒരു സ്ഥാനം. സെൻകുമാർ ഇരുന്ന പോലത്തെ ഒരു പോലീസ് മേധാവിക്ക് ഇനിയുള്ള കാലത്ത് പ്രസക്തിയില്ല. അപ്പോൾ അതിൽ താഴെയുള്ള ഉദ്യോഗസ്ഥന്മാരെ വെച്ചാണ് കാര്യങ്ങൾ നടത്തുന്നത്. മാത്രമല്ല, പുതിയ ചട്ടപ്രകാരം ഒരു പോലീസ് മേധാവിയെ നിശ്ചിത കാലത്തേക്കാണ് നിയമിക്കുന്നത്. ആ കാലാവധി കഴിഞ്ഞുമ്പോൾ മാറ്റാൻ പറ്റില്ല. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഓക്കെ. അപ്പോൾ ഇതൊക്കെ ഒഴിവാക്കിക്കൊണ്ട് ക്രമസമാധാന ചുമതലയുള്ള ADGP, അത് ഏറ്റവും പ്രധാനപ്പെട്ട പോസ്റ്റ്, അതുപോലെ ഇൻ്റലിജൻസ്, വിജിലൻസ്, ഇതുപോലെയുള്ള പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിലൊക്കെ വിശ്വസ്തരായ ആളുകളെ, കഴിവുള്ളവരെ, കാര്യപ്രാപ്തിയുള്ളവരെ നിയമിച്ചു. MR അജിത് കുമാറിനെ പോലെ ഒരാൾ ഇരുന്ന് കളങ്കിതമാക്കിയ സ്ഥാനത്ത് P വിജയനെ പോലെ പ്രഗത്ഭനായ ഒരാൾ വന്നു. അത് വലിയ മാറ്റമല്ലേ? അതെ, അങ്ങനെയാണ് മാറ്റിയിട്ടുള്ളത്. അത് പിന്നെ DHS വളരെ പ്രധാനപ്പെട്ട പോസ്റ്റാണ്. പ്രത്യേകിച്ച് ഈ മഴക്കാലത്ത് സാംക്രമിക രോഗങ്ങൾ പടർന്നു പിടിക്കുന്ന സമയത്ത് ഒരു കാരണവശാലും ആ സ്ഥാനത്ത് ഇരുത്താൻ പാടില്ലാത്ത ആളായിരുന്നു ഈ ഡോക്ടർ റീന എന്ന് പറയുന്നത്. അവരെ കക്കല കൂടാതെ മുരളീധരൻ എടുത്ത് മാറ്റി അവർ കോടതിയിൽ പോയി ഓർമ്മ ഒന്നും ഫലം ഉണ്ടായില്ല. പക്ഷേ ഇപ്പോൾ ഇരിക്കുന്ന ആൾ ഏറ്റവും പ്രഗത്ഭയാണെന്ന് നമുക്ക് അഭിപ്രായമില്ല. എന്നാൽ പോലും റീനയെ മാറ്റേണ്ട ഒരു ആവശ്യമായിരുന്നു, അവരെ മാറ്റി. കുറെ കൂടി ഭേദപ്പെട്ട ഒരാളെ വെക്കേണ്ടവരുടെ വെക്കണം. കളക്ടർമാരുടെ കാര്യത്തിലും അതുപോലെ തന്നെ വലിയ മാറ്റങ്ങളൊന്നും വരുത്തിയിട്ടില്ല. മാറ്റേണ്ടവരെ മാറ്റണം. കഴിഞ്ഞ സർക്കാർ വെച്ചു എന്നുള്ള ഒറ്റ കാരണത്താൽ ഇത്തവണ മാറ്റേണ്ട ആവശ്യമില്ല. അതൊരു കാര്യമല്ലേ? കഴിഞ്ഞ സർക്കാർ ഒരു കൊള്ളാവുന്ന ഉദ്യോഗസ്ഥ, IAS ഉദ്യോഗസ്ഥ, ഇപ്പം G പ്രിയങ്ക IAS, അവരെ എറണാകുളത്ത് കളക്ടറായിട്ട് വെച്ചു. അവർ നല്ല കളക്ടറാണ്. UDF വന്നു ഒറ്റ കാരണത്താൽ G പ്രിയങ്ക ഇനി വേണ്ട, ഞങ്ങൾ വേറെ ആളെ കൊടുക്കും, അങ്ങനെ വെക്കാൻ പാടില്ല. അത് ശരിയല്ല. അത് ഒരിക്കലും ശരിയായ കാര്യമല്ല. ഒരു സർക്കാർ വെച്ചവരിൽ നല്ല ആളുകളുടെ അവർ അതേ സ്ഥാനത്ത് ഇരുത്തണം എന്ന് മാത്രമല്ല അവരെ പ്രോത്സാഹിപ്പിക്കാൻ കൂടി ചെയ്യണം. അതാണ് ഒരു ഭരണാധികാരി ഉണ്ട്. അല്ലാണ്ട് എനിക്കിഷ്ടമില്ലാത്ത, എനിക്ക് മോശമില്ലാത്ത എല്ലാവരും ഞാൻ മാറ്റും. ഇഷ്ടമില്ലാത്ത ചേർക്കള അബ്ദുള്ള, ഞാൻ ഒരു എൻ്റെ വ്യക്തിപരമായ അനുഭവം പറയാം. നമുക്കതുകൊണ്ട് കുറച്ച് പ്രയോജനമുണ്ടായ കേസ് കൂടിയാണ്. ചേർക്കള അബ്ദുള്ള തദ്ദേശ സ്വയംഭരണ മന്ത്രിയായിട്ട് വന്നപ്പോൾ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി ഡിപ്പാർട്ട്മെന്റിലെ സകല ഉദ്യോഗസ്ഥന്മാരെ മാറ്റി. പ്രത്യേകിച്ച് ഉദ്ദേശമൊന്നും ഉണ്ടല്ലോ, എല്ലാവരും മാറ്റി. പാറശാലയിലിരിക്കുന്ന ആളെ ഇടുക്കിയിലേക്ക് മാറ്റി, ഇടുക്കിയിലിരിക്കുന്ന ആളെ തൃശ്ശൂർ ജില്ലയ്ക്ക് മാറ്റി, തൃശ്ശൂർ ജില്ലയിലേക്കുള്ള കാസർഗോട്ടേക്ക് മാറ്റി. ഇത് നമ്മൾ ഈ ക്യാരം ബോർഡിൽ കരിക്കളൊക്കെ വെച്ചിട്ട് സ്ട്രൈക്കർ കൊണ്ട് വെറുതെ ഒരു അടി അടിക്കില്ല, ആദ്യത്തെ അടി അതുപോലത്തെ അടിയായിരുന്നു. ഡിപ്പാർട്ട്മെന്റിലുള്ള മൊത്തം ഉദ്യോഗസ്ഥന്മാരെ മാറ്റി. അത്രയും ഉദ്യോഗസ്ഥന്മാർ ഹൈക്കോടതിയിൽ കേസായിട്ട് വരും. അത്രയും കേസ് സ്റ്റേ ചെയ്യിച്ചു. ഞാൻ ഗുണം കിട്ടിയെന്ന് വെച്ചാൽ ഞാനും ആ സമയത്ത് കുറേ കേസുകൾ വലിയ സ്റ്റേ മേടിച്ചു. തദ്ദേശ സ്വയംഭരണ വകുപ്പ് നിൽക്കുമ്പോൾ തന്നെ ഹൈക്കോടതി സ്റ്റേ ചെയ്യും. കാരണം യാതൊരു അന്തവും കുന്തവും സംഭാഷണങ്ങളായിരുന്നു നടന്നത് എന്നാണ്. അങ്ങനെ ഒന്നും ചെയ്യാൻ പാടില്ല, ഒരു ഡിപ്പാർട്ട്മെന്റിലും ചെയ്യാൻ പാടില്ല. ഒരു ചേർക്കള അബ്ദുള്ള അല്ല നമുക്ക് വേണ്ടത്. കാര്യങ്ങൾ കൃത്യമായിട്ട് ഫലപ്രദമായിട്ട് പഠിച്ച് ചെയ്യാൻ കഴിവുള്ള ആളുകൾ വേണം. ഉദ്യോഗസ്ഥന്മാരോട് വൈരം തിരിയാതിന് ബുദ്ധിമുട്ടി പെരുമാറരുത്. കാരണം അവരെ ഉപയോഗിച്ചല്ലേ ഭരണം നടത്തും. ശരിയാണ്. അപ്പോൾ IAS IPS മുതലായ സ്ഥാനങ്ങളിൽ, ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിൽ യോഗ്യന്മാരായ ആൾക്കാരെ വയ്ക്കണം. മറ്റ് എന്ന് വെച്ചാൽ കൈക്കൂലിക്കാരെ എല്ലാവരും പിരിച്ചുവിടാൻ പറ്റും, അതും പറ്റില്ല. കഴിവില്ലാത്തവരെ പിരിച്ചുവിടാൻ പറ്റും, ജോലി ചെയ്യാത്തവരെ പിരിച്ചുവിടാൻ പറ്റും, ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇവരൊക്കെ തന്നെ വച്ചിട്ട് വേണം ഭരണം നടത്താൻ. പക്ഷെ നടത്തുമ്പോൾ ഉള്ള ആൾക്കാരെ വെച്ച് കൊള്ളാവുന്ന രീതിയിൽ നടത്തും. തീരെ പറ്റാത്തവരെ മാറ്റണം. തീരെ ഒരു വിധത്തിലും പൊരുത്തപ്പെടാത്തവരെ സസ്പെൻഡ് ചെയ്യുകയോ പിരിച്ചുവിടുക എന്തെങ്കിലുമൊക്കെ ചെയ്യും. അതെല്ലാവരും വേണ്ട. 1-2 പേർക്ക് നല്ല ഷോക്ക് ട്രീറ്റ്മെൻറ്റ് കൊടുത്താൽ ബാക്കിയുള്ളവരും നന്നാവും. അങ്ങനെയാണ് എൻ്റെ നടപടിക്രമം. കാരണം ഈ സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ പറ്റി പറഞ്ഞത് കേരളത്തിലെ ഉദ്യോഗസ്ഥന്മാരൊക്കെ മിടുക്കന്മാരാണ്, പ്രഗത്ഭരാണ്. പിന്നെ ചിലപ്പോൾ അവർ കന്നം തിരിവ് കാണിക്കും.
അങ്ങനെയുള്ള സമയത്ത് മർമ്മത്ത് നോക്കി കുത്താനും എനിക്കറിയാം എന്താണ്. കരുണാകരൻ പരസ്യമായിട്ട് പറഞ്ഞതാണ്. പുള്ളിക്ക് അങ്ങനെ മനസ്സിലൊന്നും വെച്ച് പുറത്ത് വേർന്ന് പറഞ്ഞ സ്വഭാവമില്ല. അതുകൊണ്ട് പുള്ളി പറഞ്ഞു മർമ്മത്ത് നോക്കി കുത്താനും എനിക്കറിയാം. പത്രത്തിൽ വന്ന ഹെഡിങ് തന്നെ ഇതായിരുന്നു, മർമ്മത്ത് നോക്കി കുത്താനും അറിയാം കരുണാകരൻ. അത് കുത്താൻ അറിയാമെന്ന് പറയാനല്ല, പുള്ളി കുത്തുകയും ചെയ്യും. ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. മനസ്സിലായി. അപ്പൊ ഈ മർമ്മവിദ്യ പഠിക്കണം, എന്നാലേ ഭരണം മുന്നോട്ട് കൊണ്ടുപോകും. ഓക്കെ, എന്തായാലും ഇതുവരെ മാന്യമായ സമീപനം, പൊളിറ്റിക്കൽ മാന്യത കാത്തു സൂക്ഷിച്ചു അല്ലേ വി.ഡി. സതീശനും? ഇതുവരെ കുഴപ്പമില്ലാതെ ആളുകളെ കൊണ്ട് പറയിപ്പിക്കാതെ ഒരു മാസം പിന്നിട്ടു. ഇനി 4 കൊല്ലവും 11 മാസവും കൂടി ഇതുപോലെ പിന്നിടണം. കാരണം പുള്ളിയുടെ ആവശ്യമല്ലല്ലോ. അതെ. ലിയോ ഒരു കാര്യം ആലോചിക്കണം. ഈ വി.ഡി. സതീശൻ മാന്യമായിട്ട് ഭരിക്കേണ്ടത്, UDF തർക്കമില്ലാത്തതിനെ കൊണ്ടുപോകേണ്ടത് സർക്കാരിന്റെ ആവശ്യമല്ല, മുഖ്യമന്ത്രിയുടെ മന്ത്രിമാരുടെ ആവശ്യമല്ല, നമ്മുടെ ആവശ്യമല്ലേ. നമ്മുടെ ആവശ്യം കാര്യങ്ങൾ ബാക്കിക്കാൻ നടക്കണ്ടേ, നമുക്കൊക്കെ ഈ നാട്ടിൽ ജീവിക്കണ്ടേ. അതെ. ഞാൻ എപ്പോഴും നമ്മളെ ഈ നാട്ടുകാരുടെ ഭാഗത്തു നിന്നാണ് ഈ വിഷയത്തെ അഭിസംബോധന ചെയ്യുക. കറക്റ്റ്. ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം മെച്ചപ്പെട്ട ഭരണം ഉണ്ടാവും, കൈക്കൂലി പരമാവധി കുറഞ്ഞ, അക്രമം ഇല്ലാത്ത ക്രമസമാധാന പരിപാലനം, അതല്ല ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതെ. ആ കാര്യത്തിലൊക്കെ സർക്കാർ നല്ല മുൻകൈ എടുക്കണം. ഈ വിധ്വംസക സംഘടനകളെ നിയന്ത്രിക്കണം, മറ്റേ ക്രിമിനൽ സംഘങ്ങളെ, അതുപോലെ മയക്കുമരുന്ന് ലോബിയെ, ഇതിനൊക്കെ ഫലപ്രദമായിട്ട് നേരിടാൻ കഴിയണം. അതാണ് ഞാൻ പറഞ്ഞത്. ആഭ്യന്തരവും വിജിലൻസും വേറൊരു മന്ത്രിയെ ഏൽപ്പിച്ച് ഏറ്റവും സ്വാഗതാർഹമായ ശ്ലാഘനീയമായ കാര്യമാണ്. ചെന്നിത്തലയെ പോലെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾ അവസാനിച്ചിരിക്കണം. മുമ്പ് ആഭ്യന്തരമന്ത്രിയായിരുന്ന ആളാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഫ്രീ ഹാൻഡ് കൊടുക്കണം. ഈ ക്രമസമാധാനം കൃത്യമായിട്ട് പാലിക്കണ്ടേ. എന്തൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്താലും, ക്ഷേമ പെൻഷൻ കൂട്ടി കൊടുത്താലും, റേഷൻ കാർഡിന് അരി ഫ്രീ ആയിട്ട് കൊടുത്താലും, കിറ്റ് കൊടുത്താലും, എന്ത് കൊടുത്താലും ഒരു കാര്യമുണ്ട്, ഈ ക്രമസമാധാന പരിപാലനം നടന്നില്ലെങ്കിൽ പോലീസ് ഭരണം കാര്യക്ഷമമോ അല്ലെങ്കിൽ വേറെ എന്ത് കാര്യമില്ല. ഓക്കെ. ആളുകൾ പല സർക്കാരുകളെയും തകർത്ത് കളഞ്ഞത് ഈ കാര്യത്തിൽ വന്ന വീഴ്ചയാണ്. ശരിയാണ്. ഇപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ തൂഫാൻ ഒരു സൂപ്പർ ഹിറ്റായിട്ട് തന്നെ പോവാണെന്ന് തോന്നുന്നു അല്ലേ സാർ? അതെ, തൂഫാൻ ഒരു ഹിറ്റായിട്ട് പോകുന്നുണ്ട്. അത് ഫലപ്രദമായിട്ട് ഈ മയക്കുമരുന്ന് ലോബി എന്തുമാത്രം തളയ്ക്കാൻ പറ്റുന്നുള്ള ചോദ്യം തന്നെയാണ്, ചെറിയ കാര്യമല്ല. അതെ. അങ്ങേക്കറിയാം, കേസ് വരുമ്പോഴൊക്കെയുള്ള കാര്യങ്ങളൊക്കെ അങ്ങേക്കറിയാം, അവർ പ്രബലരാണ് അല്ലേ സാർ? പിന്നെ നമ്മുടെ ഒരു മന്ത്രി ജെട്ടി മാറ്റിയ മന്ത്രിയുടെ കഥ പോലും നമുക്ക് അറിയാവുന്നത്. നമ്മളിപ്പോൾ ഇത് പറയുമ്പോൾ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പെരുമ്പാവൂർ വലിയ റാലി നടക്കുക. അതെ, ജനകീയ റാലി. പെരുമ്പാവൂരിലെ റാലി നടത്തുകയല്ല ശരിക്കും ചെയ്യേണ്ടത്. ഈ കേരളത്തിൽ തന്നെ ഏറ്റവും അധികം മദ്യവും മയക്കുമരുന്ന് ഒഴുകുന്ന ഒരു സ്ഥലമാണ് പെരുമ്പാവൂർ. ഒന്നാമത് അന്യ സംസ്ഥാനക്കാർ കൂടുതലുണ്ട്. പിന്നെ ഹൈ റേഞ്ചിന്റെ വാതിലാണ്. ഇടുക്കി ജില്ലയിൽ നിന്നാണ് ഈ സാധനങ്ങൾ കൂടുതൽ വരുന്നത്, കഞ്ചാവ് അടക്കമുള്ള സാധനങ്ങൾ. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട പോസ്റ്റ് എന്ന് പറഞ്ഞത് ആലുവ റൂറൽ SP എന്ന് പറഞ്ഞ പോസ്റ്റ്, പിന്നെ പെരുമ്പാവൂർ DYSPയുമാണ്. ഈ 2 സ്ഥലത്തും സത്യസന്ധരായ കാര്യക്ഷമതയുള്ള ഉദ്യോഗസ്ഥന്മാരെ ഇരുത്തിയാൽ തന്നെ ഈ പ്രശ്നം പരിഹരിക്കാം. പക്ഷേ എന്ത് ചെയ്യാം, പലപ്പോഴും സംഭവിക്കുന്നത് ഏറ്റവും അഴിമതിക്കാരായ ആളുകളാണ് പെരുമ്പാവൂർ DYSP ആയിട്ട് വരിക. കാരണം പോലീസുകാരെ സംബന്ധിച്ചുള്ള ഏറ്റവും പിടിവലിയുള്ള പോസ്റ്റാണ്. കാരണം ഏറ്റവും വരുമാനം കിട്ടുന്ന സ്ഥലം. വരുമാനം എന്ന് വെച്ചാൽ അവരുടെ കുടുംബത്തിലേക്കുള്ള വരുമാനം. പണ്ട് എക്സൈസ് ഒക്കെ ചില പോസ്റ്റുകൾക്ക് വേണ്ടി എക്സൈസ് ഉദ്യോഗസ്ഥർ കടിപിടി കൂടുന്ന പോലെ. അത് തന്നെ. അതിനേക്കാളും ഗംഭീരമാണ്. എക്സൈസിനും അതെ, പോലീസിനും അതെ, ഏറ്റവും പിടിവലിയുള്ള സ്ഥലമാണ് പെരുമ്പാവൂർ. ഓക്കെ. എന്തായാലും എൻ്റെ അഭിപ്രായത്തിൽ മന്ത്രി ചെന്നിത്തല റാലി നടത്തല്ല ചെയ്തിട്ട് അവിടെ കാര്യക്ഷമതയുള്ള സത്യസന്ധരായ പ്രാപ്തരായ ഉദ്യോഗസ്ഥന്മാരെ ഇരുത്തലാണ്. അങ്ങനെയാണെങ്കിൽ മയക്കുമരുന്നിനൊക്കെ വലിയൊരു ഇത് നേരിടാൻ കഴിയും. കറക്റ്റ്. അതിന് നമുക്ക് വലിയൊരു പരിധിവരെ തടഞ്ഞു നിർത്താൻ പറ്റും. എന്തായാലും 1 മാസം പിന്നിടുമ്പോൾ വി.ഡി. സതീശൻ സർക്കാർ മാന്യമായ ഭരണം കാഴ്ചവെച്ച് മുന്നോട്ട് പോകുന്നു എന്നാണ് ഈ ചർച്ചയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒപ്പം തന്നെ വിവാദങ്ങളെ വളരെ വൈദഗ്ധ്യത്തോടുകൂടി കൈകാര്യം ചെയ്യുവാനും അദ്ദേഹത്തിന് ഇതുവരെ കഴിഞ്ഞു എന്നുള്ളതാണ്. ഇനി മർമ്മം നോക്കി കുത്തുവാൻ, പണ്ട് കെ കരുണാകരൻ പറഞ്ഞതുപോലെ മർമ്മം നോക്കി കുത്തുവാനുള്ള വിദ്യ കൂടി അദ്ദേഹത്തിന് അറിയാമോ എന്നുകൂടി നമുക്ക് കാത്തിരുന്ന് കാണേണ്ടതുണ്ട്. അത് അനിവാര്യമാണ് ഭരണം നയിച്ച് മുന്നോട്ട് കൊണ്ടുപോകുവാൻ. എന്തായാലും നമ്മുടെ ആവശ്യമാണ്, സാധാരണക്കാരായ ജനങ്ങളുടെ ആവശ്യമാണ് സർക്കാർ മാന്യമായ ഭരണം കാഴ്ചവെച്ച്, അത്ഭുതമൊന്നും കാണിക്കേണ്ട, മാന്യമായ ഭരണം കാഴ്ചവെച്ച് മുന്നോട്ട് പോകുക എന്നുള്ളത്. അങ്ങനെ നമുക്ക് പ്രതീക്ഷിക്കാം. വളരെയധികം നന്ദി സാർ, ഇത്രയും സമയം ടോക്കിംഗ് പോയിന്റുമായി സംസാരിച്ചത്. ടോക്കിംഗ് പോയിന്റിന്റെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. ഇനി അടുത്ത എപ്പിസോഡിൽ കാണാം നമുക്ക്. നമസ്കാരം.